ചോദ്യപേപ്പർ ചോർച്ചയിൽ കോഴിക്കോട് DDയുടെ മൊഴി രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച്. ചോദ്യപേപ്പർ ചോർന്നെന്ന് സംശയമെന്നും യൂട്യൂബ് ചാനലുകളെ സംശയിക്കുന്നതായും DDയുടെ മൊഴി. MS സൊല്യൂഷനിൽ ചോദ്യപേപ്പർ എത്തിയത് എങ്ങനെയെന്നറിയില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും DD മനോജ് കുമാർ പറഞ്ഞു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, കഴിഞ്ഞ ദിവസവും കൂടി ഈ യൂട്യൂബ് ചാനൽ ലൈവിൽ വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ CEO തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ചില മറുപടികൾ പറയുന്നുണ്ടായിരുന്നു. തങ്ങൾ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, കുറ്റം ചെയ്യാതെ തങ്ങൾക്കെതിരെ വിവാദങ്ങൾ പടച്ചു വിടുന്നു എന്നുള്ള തരത്തിലേക്കായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ DDയുടെ അതിനിർണായകമായ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണല്ലോ. മറ്റു വിശദാംശങ്ങൾ കൂടി. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന കെമിസ്ട്രി ചോദ്യപേപ്പർ പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനവുമായി ബന്ധപ്പെട്ട് ഈ CEO ഈ ലൈവിൽ വന്നത്. അതിലാണ് അദ്ദേഹം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അതായത് തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നൊരു കാര്യമൊക്കെ തന്നെയും വ്യക്തമാക്കുകയായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് DDയുടെ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് സംഘം അല്പസമയത്തിന് മുമ്പ് രേഖപ്പെടുത്തിയത് എന്നൊരു വിവരമാണ് നിലവിൽ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ മൊഴിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ചോദ്യപേപ്പർ ചോർന്നെന്ന് സംശയമുണ്ടെന്നും യൂട്യൂബ് ചാനലുകളെയാണ് പ്രധാനമായും സംശയിക്കുന്നത് എന്നാണ്. ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിരമിച്ച അധ്യാപകരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതായി ഈ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ DDയുടെ മൊഴിയിൽ അധ്യാപകർക്ക് പങ്കുള്ളതായി അറിയില്ല എന്നൊരു മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂട്യൂബ് ചാനലുകളെയാണ് നിലവിൽ സംശയമുള്ളത്. പ്രത്യേകിച്ച് ഈ MS സൊല്യൂഷനിൽ എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ എത്തിയത് എന്നത് അറിയില്ല എന്നൊരു കാര്യമാണ് DD വ്യക്തമാക്കിയിരിക്കുന്നത്. വിശദമായ അന്വേഷണം വേണമെന്നാണ് ഈ മനോജ് കുമാർ CN DD ഈ ക്രൈംബ്രാഞ്ച് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമായി തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നു. വിരമിച്ച അധ്യാപകരെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ പ്രധാനമായും അധ്യാപകരെ ഒക്കെ തന്നെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഈ ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത് എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കൂടാതെ ഈ യൂട്യൂബ് ചാനലിൽ എങ്ങനെയാണ് ഈ ചോദ്യപേപ്പറുകൾ ഇത്ര വ്യക്തമായി എത്തിയതെന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടുവരികയാണ്. ദേവിക.